ഷാർജ KMCCയുടെ ഈദ് അൽ ഇത്തിഹാദ് പ്രോഗ്രാമിന് പ്രൗഢോജ്വല സമാപനം. ഷാർജ KMCC UAE ദേശീയ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തിയ വിവിധ പരിപാടികളുടെ സമാപന സമ്മേളനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് അഹമ്മദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് ഇവിടുത്തെ നാഷണൽ ദേശീയ ദിനം ആഘോഷിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ രാജ്യത്തെ ദേശീയ ദിനം ഇവിടുത്തെ നാഷണൽ ഡേ ആഴ്ചകളെല്ലാം കൂടുതൽ ഭംഗിയുള്ളതാകുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ സ്വദേശക്കാർ മാത്രമല്ല, പക്ഷേ 200ഓളം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന അവസരം തേടി വരുന്ന ജോലിക്കാവശ്യാർത്ഥം വരുന്ന എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ദേശീയ ദിനം ആഘോഷിക്കുന്നു. അത് മറ്റ് വർണ്ണങ്ങളെക്കാൾ ഭംഗിയുള്ള കാഴ്ചയായിട്ട് മാറുന്നതാണ്. ഒരു നല്ല നെയ്ത്തുകാരൻ തൻ്റെ വസ്ത്രം വ്യത്യസ്ത തുണിത്തരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നെയ്തെടുക്കുന്നത് പോലെ ഇവിടുത്തെ നേതൃത്വം, ഇവിടുത്തെ ഭരണ നേതൃത്വം വർഷങ്ങളായിക്കൊണ്ട് ഒരു വലിയ ദീർഘവീക്ഷണത്തോടുകൂടെ ഈ രാജ്യം പടുത്തുയർത്തുകയുണ്ടായി. നമുക്കറിയാം, ഈ വിജയകഥയിൽ, ഈ വിജയഗാഥയിൽ കേരളീയർ, ഇന്ത്യക്കാരെന്ന് പറയുന്നത് തികച്ചും കാഴ്ചക്കാർ മാത്രമല്ല, അതിൻ്റെ അവിഭാജ്യ ഘടകമായ അതിൻ്റെ രചയിതാക്കളായി ഇവർ നൽകുന്ന ഓരോ അവസരവും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ കുടുംബവും അതോടൊപ്പം ഈ രാജ്യവും പടുത്തുയർത്തുന്നതിൽ അവിഭാജ്യ ഘടകമായ ഒരു സമൂഹമാണ് കേരളക്കരയും ഇന്ത്യക്കാരും. ഇവിടുത്തെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും ശാരീരികമായും തങ്ങളുടെ ഐഡിയാസ് കൊണ്ടും അവരുടെ മറ്റ് നേടിയെടുത്ത കഴിവുകൾ കൊണ്ട്, ജീവിതത്തിലുള്ള സ്കില്ലുകൾ കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം നൽകുന്ന ഓരോ അവസരങ്ങളും കൃത്യമായി ഉപയോഗിച്ച ഓരോ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കുടുംബത്തോടു കൂടെ നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കുടുംബത്തെ വിട്ടു തന്ന് ഇവിടുത്തെ അവസരങ്ങൾ തേടി നിന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം, ആ നാട്ടിലുള്ള ആളുകൾക്ക് ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തുയർത്തുമ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസമാണ്, ഒരു ധൈര്യമാണ്. തങ്ങളുടെ സ്വന്തക്കാർ, തങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവിടെ നിന്ന്, തൻ്റെ ഉമ്മ അല്ലെങ്കിൽ ബാപ്പ ഇവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സുരക്ഷിതമായിക്കൊണ്ട് എല്ലാവരുടെയും ആദരവോടുകൂടെ മറ്റു പല സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ ചേരി തിരിഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേറ്റീവ് പോളിസി ഇല്ലാതെ ഈ സ്വദേശക്കാര് മനുഷ്യ സഹോദരങ്ങളായിക്കൊണ്ട്, ഒരു തൊഴിലാളി സമ്പത്തിന് ഉപരിയായിക്കൊണ്ട് ഇവരെല്ലാം തങ്ങളുടെ മനുഷ്യ സഹോദരങ്ങളാണെന്ന് ഹൃദയത്തോട് ചേർത്ത് പറഞ്ഞു നൽകുന്ന ഒരു സ്വദേശി, ഒരു പോപ്പുലേഷൻ, ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ നമുക്കറിയാം. അത് പരസ്പരം ആ ഒരു റെസ്പെക്റ്റാണ്, ആ പരസ്പരം മ്യൂച്വൽ റെസ്പെക്റ്റാണ് ഇത്തരം പരിപാടികളൊക്കെ ഇവിടുത്തെ രാജ്യക്കാരെല്ലാവരും കൂടെ വളരെയധികം സത്യസന്ധതയോടുകൂടെ നിങ്ങളെ പോലത്തെ ഓരോരുത്തരും ആഘോഷിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് മനുഷ്യർ തന്നെ വലിയ അതിരുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ്, വലിയ മതിലുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. എന്നാൽ അവിടെയാണ് 200ഓളം രാജ്യങ്ങൾ, അല്ലാമ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസ്ഹബ് നഹീ സിഖാതാ ഹൈ ആപസ് മേ ഭയർ റഖ്ന, ഹിന്ദു ഹൈ ഹം ഹിന്ദുസ്ഥാൻ വതൻ ഹമാരാ. വൈദേശികാധിപത്യം ഇന്ത്യയിൽ ഉടലെടുത്ത കാലഘട്ടത്തിൽ അവർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പറഞ്ഞു. അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് പ്രാപഞ്ചികമായിട്ടുള്ള ഒരു സന്ദേശം. ഒരു മതവും മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ പഠിപ്പിക്കുന്നില്ല എന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ആശയം അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു തരികയുണ്ടായി. ഇന്ന് ഈ രാജ്യം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത് അതാണ്. ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ അളവുകൾ അതാണ്. ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ ഉയരത്തിലല്ല, നേരെ മറിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ രാജ്യത്തിന്റെ ഹൃദയവിശാലതയിലാണ്
ഈ രാജ്യത്തിന്റെ വികസനം എന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെപ്പോലെ ഇവിടെ പ്രവർത്തിക്കാൻ വരുന്ന ഇവിടെ ജോലിക്ക് വരുന്ന ഓരോരുത്തരും ഈ ദേശീയ ദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ അത് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് KMCC പോലെ ഒരു സംഘടന ഇവിടുത്തെ ഭരണവും ഭരണ നേതൃത്വവും എല്ലാം വളരെയധികം ആദരവോടുകൂടെ നിങ്ങളെ കാണുന്ന KMCC പോലത്തെ സംഘടനകൾ ആവശ്യക്കാരിലേക്ക് ഒരു സംഘടനയായി നിലനിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ബന്ധം നമുക്കറിയാം, അറബികളും മലയാളികളും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത്. ചേരമാൻ പെരുമാളിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ വൈകിയ വേളയിലാണ്. ഇബ്നു ബത്തൂത്തയൊക്കെ തന്റെ ലിഖിതങ്ങളിൽ അറബ് വ്യവസായികൾ കോഴിക്കോട് വരുമ്പോൾ, മലബാറിൽ വരുമ്പോൾ അവിടുത്തെ ഹൈന്ദവ രാജാക്കന്മാരുടെ സംരക്ഷണത്തിലും അവരുടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് കച്ചവടം നടത്തുകയും ആ കച്ചവടത്തിനുപരിയായിക്കൊണ്ട് ഒരു കൈമാറ്റം, വിശ്വാസങ്ങളും ഐഡിയകളും ചിന്തകളുമെല്ലാം ഒരു പരസ്പര ബഹുമാനത്തോടുള്ള ഒരു കൈമാറ്റം നടന്നു വരുന്ന നൂറ്റാണ്ടുകളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇന്ന് അതിന്റെ ആധുനിക കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ അത് ഡിജിറ്റൽ യുഗത്തിലേക്കും ക്രിപ്റ്റോ യുഗത്തിലേക്കും ഒക്കെ കടക്കുമ്പോൾ അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് KMCC പോലുള്ള സംഘടനകളാണ്. ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് ഇനിയും നിലനിർത്തിക്കൊണ്ട് ആ ഒരു ബന്ധം ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾക്ക് അത് KMCC പ്രവർത്തിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ജീവിത മാർഗമുണ്ട്. വഅൻഫിഖു ഫീ സബീലില്ലാഹ് വഅൻഫിഖു ഫീ സബീലില്ലാഹ് വലാ തുൽഖു ബിഅയ്ദികും ഇലാ തഹ്ലുക വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങളുടെ സമ്പാദ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കണം. നിങ്ങളുടെ കൈകൾ അത് പിടിച്ചു വെച്ചത് നിങ്ങളുടെ നാശത്തിലേക്ക് തന്നെ നിങ്ങൾ കൊണ്ടെത്തിക്കാൻ പാടില്ല. നിങ്ങൾ നന്മ പ്രവർത്തിക്കൂ എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. യർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അത് ജീവിതത്തിന്റെ ഒരു 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 കോമ്പസ് ആയിക്കൊണ്ട് നമുക്ക് മാർഗം കാണിച്ചു തരുന്ന ഒരു ആശയമായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് KMCC-ക്കാർ. നേരത്തെ നമ്മൾ അവരുടെ പ്രവർത്തനം, KMCC പ്രവർത്തനം കണ്ടു. 46ഓളം രാജ്യങ്ങളിൽ ആവശ്യക്കാരിലേക്ക് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദുരിതങ്ങൾ എത്തുമ്പോൾ അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, ജോലികൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ സഹായം എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് ഇവിടെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടെ ജോലി അന്വേഷിച്ച് ഇവിടെ സെറ്റിലാകുന്നത് വരെ അവരെ ചേർത്ത് നിർത്തുന്നു. ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇത്രയും കാലം ചെയ്തു പോരുന്ന ഈ പ്രവർത്തനങ്ങൾ അടുത്ത തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ പുതിയ തലമുറയുണ്ട്. ഇനി പ്രത്യേകിച്ച് ഈ രാജ്യമൊക്കെ ലോകം വളരെ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പഴയ പോലെയല്ല. ഒരു 5 വർഷം കഴിഞ്ഞാൽ നമുക്കറിയില്ല ലോകം എങ്ങനെയായിരിക്കുമെന്ന്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് പ്രവചിക്കാൻ കഴിയുമായിരുന്നു, അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഓക്കെ, ഇങ്ങനത്തെ രീതിയിലാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്, ഇങ്ങനത്തെ മാറ്റങ്ങൾ വരും. പക്ഷെ ഇന്ന് അതുപോലെ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇൻഡസ്ട്രി എക്സ്പേർട്സിന് പോലും പറയാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയും കമ്പ്യൂട്ടേഷനും ഒക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടേഷനും അങ്ങനത്തെ നിരവധി ടെക്നോളജികൾ വരുമ്പോൾ നമ്മുടെ യുവാക്കൾക്ക് ആ അവസരങ്ങൾ, പ്രത്യേകിച്ച് ഈ പോലത്തെ രാജ്യങ്ങളൊക്കെ അതിലൊക്കെയുള്ള ടോപ്പ് ഇൻഡസ്ട്രി ലീഡേഴ്സ് ആവാൻ തന്നെ ശ്രമിക്കുമ്പോൾ ആ മാർഗത്തിലേക്ക് നമ്മുടെ യുവാക്കളെ, യുവതികളെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യം ഇനി പുതിയ ചരിത്രങ്ങൾ എഴുതുമ്പോൾ അതിൽ കൂടെ നമ്മളുടെ ആളുകളുടെ കഥകളും അവരുടെ പ്രവർത്തനവും അവരുടെ എഫേർട്ടും അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. UAE KMCC കേന്ദ്ര കമ്മിറ്റി ട്രഷറർ നിസാർ തലങ്കര ഈദ് അൽ ഇത്തിഹാദിന്റെ സന്ദേശം നൽകി. UAE-യുടെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിന്റെ മകൾ ലത്തീഫ എന്ന് പറയുന്ന ലത്തീഫ എന്ന് പറയുന്ന എന്ന് പറയുന്ന അവരുടെ പ്രസംഗം, ഒരു സന്ദേശം ഈ ഇത്തിഹാദിന്റെ 1 മാസം മുമ്പ് ലോകത്തിന് കൈമാറിയിരുന്നു. ആ കൈമാറ്റത്തിലൂടെ അവർ പറഞ്ഞത്, ഈ UAE എന്ന് പറഞ്ഞ് ലോകത്തിന് അത്ഭുതമായി കൊണ്ടിരിക്കുന്ന ബുർജ് ഖലീഫ മാത്രമല്ല UAE അത്ഭുതം. UAE-യുടെ അത്ഭുതം എന്ന് യഥാർത്ഥമായി അവർ പറയുന്നത്
സംസ്കാരിക്കണം. ഏകദേശം 200ഓളം രാജ്യങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ആയിരക്കണക്കിന് സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് ലോകത്തിന് മനോഹരമായ ഒരു സമ്മാനമാണ് നൽകുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അവർ ചോദിച്ചു നമ്മോട്, എന്താണ് സംസ്കാരം എന്ന്? അത് സിനിമയാണോ, അത് നാടകമാണോ, അത് കവിതയാണോ, അല്ലെങ്കിൽ അത് കഥയാണോ? അതുപോലെ ഇതിനേക്കാളെല്ലാം ഉപരിയാണ്, അതൊക്കെ അതിന് വഴിയാണ്, ഇതിനേക്കാളെല്ലാം ഉപരിയാണ് മനുഷ്യ മനസ്സിന്റെ ഒന്നിക്കലിന്റെ മനോഹരമായ ഊർജ്ജമാണ് സാംസ്കാരികമെന്നത് അവർ ഉദ്ദേശിച്ചത്. അത് അതിമനോഹരമായി അത് വികസിക്കുമ്പോൾ, അതിമനോഹരമായി അത് വസിക്കുമ്പോൾ ആ രാജ്യത്തിന് ഒരുപാട് പുരോഗതി ഉണ്ടാവും. ഒരുപാട് പുരോഗതി, സാംസ്കാരിക ശാസ്ത്ര വിദ്യാഭ്യാസങ്ങളുടെ പുരോഗതി കണക്കാക്കുന്നതിൽ അത് നിലനിൽക്കുന്നത് സാംസ്കാരിക സമന്വയത്തിലാണ്. ആ സമന്വയത്തിന്റെ വിജയമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണ് പറയുന്നത്. വ്യത്യസ്ത തലങ്ങളുടെ സംസ്കാരങ്ങൾ ഒന്നിച്ചുകൊണ്ടുമ്പോൾ വളരെ പോസിറ്റീവ് ആവുന്നു. അത് അതിമനോഹരമായ ഒരു ചരിത്ര രചനയായി അതിമനോഹര കാവ്യയായി മാറുന്നു എന്നാണ് അവർ പറഞ്ഞത്. വ്യത്യസ്തത പൂക്കളെയാണ് അവർ ഉദ്ദേശിച്ചത്. എത്രമാത്രം ജനങ്ങളാണ് ഇവിടെയുള്ളത്? ഏകദേശം 11 മില്യൺ. 2030 15 മില്യൺ. ഈ 15 മില്യണിൽ നേരെ പകുതി വരാൻ പോകുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്നാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നതാണ് 50% ഇന്ത്യയിൽ നിന്നാണ്. ആ ഇന്ത്യയിൽ എത്ര മനോഹരമായ എത്ര വ്യത്യസ്ത സംസ്കാരങ്ങളാണ് സമന്വയിക്കുന്നത്. ആ സംസ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ നൽകുന്ന സന്ദേശമുണ്ട്. ആ സന്ദേശങ്ങളിൽ മാനവരാശിയുടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് മനോഹരമായ ഒരു രാജ്യമായി അത് മാറും. ഒരുപാട് പേർക്ക് ജോലി ഉണ്ടാകുന്നു. ഇന്ത്യയിൽ നിന്ന് കൊച്ചു കേരളത്തിന്റെ മനോഹരമായ 10ഓളം ബ്രാൻഡുകൾ ഈ നാട്ടിൽ സംഭാവന ചെയ്തിട്ടുണ്ട്. ആരും ചിലപ്പോൾ നോട്ടീസില്ല. പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നോക്കാൻ ലുലു ആയാലും, അല്ലെങ്കിൽ ലാസ്റ്റർ ആയാലും, അല്ലെങ്കിൽ സോപ്പൻ ആയാലും, ആലിപ്ലാസ് ആയാലും, മലബാർ ആയാലും, അങ്ങനെ പറഞ്ഞു വന്നാൽ UAE നിന്ന് പൊളിച്ചു വന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ലോകത്തെ അത്ഭുതമായ ബ്രാൻഡുകൾ. അത് UAE ആണുള്ളത്, കേരളത്തിലെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? അതിമനോഹരമായ സംസ്കാരം ഒന്നിച്ചിരുന്ന സ്ഥലത്ത് മാത്രമേ അത്ഭുതങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ അത്ഭുതം ഉണ്ടാക്കിയ മണ്ണാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ ഏത് സമ്മേളനത്തിലും, ഈ നാടിനെ ഏത് ആവശ്യത്തിലും ഇവിടെ ഒന്നിച്ചു നൽകണമെന്ന് എത്തപ്പെടുന്ന വാർത്തകളുണ്ട്. സോഫ്റ്റ് റിലേഷൻഷിപ്പ്, സോഫ്റ്റ് ഡിപ്ലോമസി എന്നത് നമ്മുടെ നാട്ടിൽ സോഫ്റ്റ് ഡിപ്ലോമസിയാണ്. ഒരു ഗവൺമെന്റ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗവൺമെന്റ് അതിമനോഹരമായ പ്രവർത്തനമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നടത്തുന്നത്. അത് കാലങ്ങളായി നടന്നത് റിലേഷൻഷിപ്പ് പോകുന്നത്. ആ റിലേഷൻഷിപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ബന്ധങ്ങളാണ് നമ്മൾ അത് ഇന്ത്യൻ അസോസിയേഷൻ ആയാലും വിവിധ സംഘടനകളായാലും ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അത് തന്നെയാണ് ഇന്ന് നൽകുന്ന സന്ദേശം. ഈ രാജ്യം അതിമനോഹരമാകണം. ഈ രാജ്യം അതിമനോഹരമായാൽ നമ്മുടെ രാജ്യം അത് അതിമനോഹരമാകും. കാരണം അവിടെ എത്തിയിട്ടുള്ളത് കേരളം, ഗൾഫില്ലാത്ത ഒരു കേരളം, ലോകമില്ലാത്ത കേരളം, ഗൾഫില്ലാത്ത ഒരു കേരളം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റും. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. പട്ടിണിയും പരിക്കൊണ്ടുമുള്ള അല്ലെങ്കിൽ ഒരു പുരോഗതിയില്ലാത്ത രാജ്യമായി മാറും. ചിലപ്പോൾ നമുക്ക് അമേരിക്കയില്ലാത്ത, യൂറോപ്പില്ലാത്ത കേരളം എന്നൊക്കെ സങ്കല്പിക്കാം. പക്ഷേ ഗൾഫില്ലാത്ത ഒരു കേരളം എന്ന് സങ്കല്പിക്കാൻ എനിക്ക് ഏത് ഗവൺമെന്റ് വന്നാലും സാധിക്കുകയില്ല എന്ന് പറയാൻ ആഗ്രഹിക്കണം. അതുകൊണ്ട് ഈ രാജ്യം, ഏത് രാജ്യവും ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ഐശ്വര്യത്തോടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2 പ്രാസംഗികന്മാരെ നമ്മൾ ഇതിന് ശേഷം നിർത്തുന്നു. ഷാർജ KMCC സംസ്ഥാന അധ്യക്ഷൻ ആഷിൻ നൂഞ്ഞേരി. ഒരുപാട് നമുക്കൊന്നും ഒരിക്കലും എത്തിപ്പെടാൻ നാട്ടിലാണെങ്കിൽ എത്തിപ്പെടാനോ ചിന്തിക്കാനോ പറ്റാത്ത അത്ര ഉയരത്തിൽ നമുക്ക് എത്താൻ പറ്റിയത് ഈ കൊച്ചു രാജ്യത്തിൻ്റെ ഇവിടുത്തെ ഭരണാധികാരികളുടെ സ്നേഹപൂർണ്ണമായ നമ്മോടുള്ള സമീപനത്തിൻ്റെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർവശക്തനായ അല്ലാഹു ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ പൗരന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ നാട് ലോകത്തിൻ്റെ നെറുകയിൽ ഒന്നാമതായെത്താൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് അവരെ ഉൾക്കൊള്ളിക്കാം. ഇന്നിവിടെ നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാജ്യം ശിഹാബ് സദറനൂട്ടിലെ എന്ന സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലേക്ക് വളർത്തുന്നത്തേക്ക് വന്ന് അവിടുന്ന് മലപ്പുറം പാലക്കാടേക്ക് ദർശനപ്പെട്ടു 400 വർഷത്തിലേക്ക് അധികമായി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉമ്മത്തിന് ആത്മീയമായും ഭൗതികമായും നേതൃത്വം നൽകുന്ന ആ ഒരു കുടുംബം കരീമെന്ന കുടുംബത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നുണ്ട്,
സ്വർഗത്തിൽ ഒരു പ്രത്യേക ഇടം കരീമിൽ നിന്നുള്ളവർക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിട്ട് പോകുമ്പോൾ പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ്. അതിലൊന്ന് ഖുർആനും മറ്റൊന്ന് അഹ്ലുൽ ബൈത്താണ്, എൻ്റെ കുടുംബമാണ് എന്ന്. ആ കുടുംബത്തെ നെഞ്ചിലേക്കിക്കൊണ്ട് അവരെ നേതൃത്വത്തിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ മലബാർ മുസ്ലിം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിമാനകരവും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ചേർന്ന വികാരമായിട്ടുള്ളത്. ആ കുടുംബത്തിൻ്റെ പിന്നിൽ അണിനിരുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ അന്തസ്സുകൾ പാലിക്കാനും അതനുസരിച്ച് ഇസ്സത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനും അഭിമാനാർഹമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഷാർജ KMCC സംസ്ഥാന അധ്യക്ഷൻ ആഷിയൻ നൂഞ്ഞേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണാപുരം സ്വാഗതവും ട്രഷറർ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഷാർജ KMCCയുടെ മുഖ്യ രക്ഷാധികാരി ഡോക്ടർ ഹുസൈൻ, ഡോക്ടർ സുബൈർ ഹുദവി, സൈഫ് നഗി, സിറാജ് മുസ്തഫ മാത്തുക്കോട്ടി കടവൻ, ആദിൽ ഹുദവി ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ഈ സ്ഥാപനത്തിനോട് കൂടെ പ്രവർത്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പടച്ചോൻ അനുഗ്രഹിച്ച സമ്പത്തുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അതിനൊരു സംഘടന വേണം. ആ സംഘടന നന്നായി പ്രവർത്തിക്കണം. അത് നമുക്ക് മനസ്സുകൊണ്ട് വലിയ സന്തോഷം തോന്നണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് KMCCയിലൂടെ പ്രവർത്തിക്കുന്നതാണ്. കാരണം അവർ ഓരോരുത്തരും ഓരോരോ പ്രവർത്തകർ, ഞാൻ ഷാർജ KMCC മാത്രം പറയുന്നില്ല, എൻ്റയർ നമ്മളിപ്പോൾ ഡൽഹിയിലായാലും ശരി, ഖത്തറിലും ഒമാനിലൊക്കെ പോയാൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ ദുബായിലൊക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മാതൃകയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് തീർച്ചയായിട്ടും ലോകം തന്നെ അറിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവർ ചെയ്യുന്ന വിഷയം, ഇൻക്ലൂഡിങ് ഇപ്പോൾ നമ്മളടുത്ത് കേട്ടത് വെച്ചാൽ അവരുടെ ആ നെറ്റ്വർക്ക് എത്രത്തോളം മനുഷ്യർക്ക് ഉപകാരമുള്ളതാണെന്നുള്ളത്. സിംഗപ്പൂരിൽ 2 കുട്ടികളെ കാണാൻ തുടങ്ങുന്നു, 4 മണിക്കൂർ കൊണ്ട് കിട്ടുന്നു. സോ ആ ബന്ധത്തിന് ഏറ്റവും വലിയ ഒരു KMCC മാത്രമാക്കി പറയാം, മറ്റുള്ളവർ ഇല്ലാന്നല്ല, മനസ്സിൻ്റെ അകത്തിൻ്റെ അകത്ത് നിന്ന് പിന്നെ ബന്ധം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അവരുടെ ആ ഇമോഷണൽ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമോഷണൽ വാല്യൂ ആണ് അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരേ സ്ഥലത്ത് നിന്ന് നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചത്. അപ്പോൾ മാത്രമേ ഈ നല്ല നാട് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ചതാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെ പഠിച്ചവർ അനുഗ്രഹിച്ച പല നന്മയും അനുഗ്രഹിച്ചിട്ട് ഞങ്ങളത് തിരിച്ച് സൊസൈറ്റിയിലേക്ക് തരാൻ ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ് KMCC. അത് നന്നായി വരട്ടെ. നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ ആളുകളെ അറിയുന്നതിന് ഉപകാരപ്പെടുമെന്നത് കൊണ്ടാണ് ഈ അവാർഡ് സ്വീകരിക്കുന്നത്. ഇതിന് നിങ്ങൾ നൽകുന്ന തുക 50,000 രൂപ ബീഹാറിലെ കിഷൻഗഞ്ചിലെ കുർത്തുബയുടെ പ്രവർത്തനത്തിന് നൽകുമെന്ന് അറിയിക്കാൻ താല്പര്യപ്പെടുകയാണ്. മഹാന്മാരായ പണക്കാട് സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും വളരെ വിശിഷ്യ അതിൻ്റെ പോഷക ഘടകമായ KMCCയുടെയും ഒക്കെ തണലിലും സപ്പോർട്ടിലും പിന്തുണയും ഒരുപാട് മനുഷ്യസ്നേഹികളായ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയോടെയും പിന്തുണയോടെയും പാഷനായിട്ടുള്ള ഒരു സാമൂഹിക സേവനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉള്ള JNUവിൽ നിന്ന് PhD വാങ്ങിയ ഒരു സ്കോളർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള രീതിയിൽ കൂടുതൽ ആളുകൾ അറിയാനും നെറ്റ്വർക്ക് ഉണ്ടാകാനൊക്കെ കഴിയും. പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരുപാട് ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി ഇന്ത്യയൊട്ടാകെ ജീവിക്കുന്നുണ്ട്. 86-ലുണ്ടായ ദാർഹുദ സത്യത്തിൽ ഈ ഒരു പ്രതീക്ഷയുടെ നിറവിലാണ്. 40 വർഷങ്ങൾക്കിപ്പുറം അത് നിൽക്കുന്ന ഒരു പ്രതീക്ഷ അന്ന് ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഞങ്ങളിൽ ഇൻസ്റ്റിൽ ചെയ്തിരുന്നു. അത് ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകളിൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ 2 വിദ്യാഭ്യാസവും നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ദാറുൽ. അതിൻ്റെ അലൂമിനി ഓർഗനൈസേഷൻ ഹാദിയ 20-ലധികം സ്റ്റേറ്റുകളിൽ 3500-ലധികം ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ബീഹാറിലെ നേപ്പാൾ ബോർഡറിലുള്ള
സീമാഞ്ചൽ പ്രദേശത്ത് കുർത്തുബ ഫൗണ്ടേഷനും പ്രയാൺ ഫൗണ്ടേഷനും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ്, പ്രത്യേകിച്ചും പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ നിരന്തരമായി പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ബുൾഡോസർ വർക്കൊക്കെ ആയിട്ട്. ഇന്ത്യ ഒരുപാട് സാധ്യതകളുടെ രാജ്യം കൂടിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. മനുഷ്യ വിഭവങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ട കാലഘട്ടമാകുന്നുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയണം. കഴിഞ്ഞ 15-16 നിങ്ങളൊക്കെ പലപ്പോഴും ഭീതിയോടെ മാത്രം വായിക്കാറുള്ള ലക്നോയിൽ നിങ്ങൾ ചെന്നാൽ ആദ്യം തന്നെ ആ മുസ്കുറാത്തെ രഹിയെ എന്നാണ് പറയാറുള്ളത്. 1000-ഓളം എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു വലിയ സംഘമുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷ നൽകിയ ഒരു സംഘമായിരുന്നു. അസോസിയേഷൻ ഓഫ് മുസ്ലിം പ്രൊഫഷണൽസ് ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 13-ാം തീയതി നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും +1, +2 കുട്ടികൾക്കും ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ 10,000-ഓളം ഹൈലി ടാലന്റഡ് ആയ കുട്ടികളെ ഓരോ വർഷവും കണ്ടെത്തി ഡെവലപ്പ് ചെയ്യുന്ന വലിയൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 30-ാം തീയതി 1-ാം തീയതി ഉത്തര കർണാടകയിലെ ബീദറിൽ വലിയൊരു കോൺഫറൻസ് ഉണ്ട്. ഞാനവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം. ഒരുപാട് ഓർഗനൈസേഷൻസ് പങ്കെടുത്തിരുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും പ്രത്യേകിച്ചും ബീഹാർ പോലത്തെ പ്രദേശങ്ങളിൽ ദളിതുകളും മുസ്ലിങ്ങളും താമസിക്കുന്ന പ്രദേശങ്ങളിൽ വിശിഷ്യ 80% കുട്ടികളും ഇപ്പോഴും 8-ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ആണെന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. 12-13 വയസ്സിൽ അവർ ഇന്ത്യയിലെ പലയിടങ്ങളിൽ തൊഴിലിന് പോകുന്നവരാണെന്ന് ചിന്തയുണ്ടാകും. കിഷൻഗഞ്ചിലൊക്കെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കുറച്ചു നേരം നിന്നാൽ 13-14 വയസ്സായ പിള്ളേർ 8-ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ആയിട്ട്, അത് തന്നെ ഈവൻ വിത്തൗട്ട് ലിറ്ററസി, സാക്ഷരത പോലും ഇല്ലാതെ അവർ ഇന്ത്യയിലെ തൊഴിലിടങ്ങളിലേക്ക് യാത്ര പോകുന്നത് കാണാം. അതിനേക്കാളും വിഷമിപ്പിച്ചിട്ടുള്ളത് 7-8 വയസ്സായ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ന് പറയാവുന്ന പ്രായത്തിലുള്ള മക്കൾ, അവർ യത്തീമുകളാണെങ്കിൽ, ഓർഫൻസ് ആണെങ്കിൽ അവർ തൊഴിലിന് പോകുന്നവരുണ്ട്. ഈ വർഷം നമ്മുടെ ഒരു വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ബഹ്റൈൻ ചാപ്റ്ററിന്റെ സഹകരണത്തോടെ ഒരു ഓർഫനേജ് ഗേൾസിന്, പ്യുവർലി ഓർഫൻ ആയിട്ടുള്ള ഗേൾസിന് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. ഓർഫൻസ് എന്നൊക്കെ എത്തിങ്ങാനെന്നൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ കേൾക്കാറുണ്ടെങ്കിൽ 46-ാം വയസ്സിൽ ഉപ്പ മരിച്ച ഒരാൾ അതുവരെ ഉപ്പായുടെ ഒരു തണലിൽ ജീവിച്ച ഒരാൾക്ക് ഓർഫൻസിനെ അറിയാൻ പറ്റിയിട്ടില്ല. ഈ പെൺകുട്ടികളെ അരികിലിരുത്തി അവരോട് സംസാരിച്ചപ്പോഴാണ് 13-14 വയസ്സായ കുട്ടികൾ, ജീവിതത്തിൽ ഇന്നൊരു എഴുത്തുമാനെ അറിയാത്തവർ, സ്കൂളിൽ പോകാത്തവർ, പലരും തൊഴിലിന് പോയവർ, വളരെ പ്രയാസകരമായ ജീവിതം കടന്നുപോയവർ, ഉള്ളിലെത്തുന്ന ഒരു വലിയ ജീവിതങ്ങൾ പല ഭാഗങ്ങളിലുണ്ട്. പ്രതീക്ഷയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഹ്യൂമൻ റിസോഴ്സിനെ വളർത്തുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക. ഇതിന് ഇഷ്ടംപോലെ വലിയ സാധ്യതകൾ. കഴിഞ്ഞ 10-20 വർഷമായി ഇന്ത്യയിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ദാറുൽ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് സംഘടനകൾ, സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരുപാട് സംഘടനാ സംവിധാനങ്ങൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത്, 1.5 ബില്യണോളം ജനസംഖ്യയുള്ള വലിയൊരു രാജ്യത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഇപ്പോഴും സെക്യുലർ ആണെന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇന്ത്യയിൽ എല്ലായിടത്തും വർഗീയ കലാപമൊന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ പോലത്തെ ഒരു ഹ്യൂജ് 20 കോടിയോളം മുസ്ലിങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ളൂ. ഈ UAE മൊത്തമുള്ളത് 1 കോടിയാണ്. അതിൽ തന്നെ 87 ലക്ഷം പ്രവാസികളും 13 ലക്ഷം ഈ ഇവിടുത്തെ നാഷണൽസാണ്. 20 കോടി മുസ്ലിങ്ങൾ മാത്രം ഇന്ത്യയിലുണ്ട്. 1.5 ബില്യൺ ജനതയുള്ള ഒരു രാജ്യത്താണ്. അവിടെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർ പട്ടിണിയും പ്രയാസത്തിലാണ്, തൊഴിലില്ലായ്മയിലാണ്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് ആവശ്യം. ഞാൻ എല്ലാ സംഘടനകളോട് എപ്പോഴും പറയാൻ ശ്രമിക്കാറുള്ളത്, നിങ്ങൾ കിറ്റ് വിതരണമോ കമ്പിളി വിതരണമോ വീടുണ്ടാക്കി കൊടുക്കലോ പള്ളി ഉണ്ടാക്കി കൊടുക്കലോ എന്നതിനൊക്കെ അപ്പുറം അവരെ ശാക്തീകരണം, അവർക്ക് എംപവർമെന്റ് കൊടുക്കാൻ ശ്രമിക്കുക. ചൈനക്കാർ പറയുമല്ലോ, നിങ്ങളൊരു മീൻ കൊടുത്താൽ അവർ അന്നത് ഭക്ഷിക്കും. നേരെ മറിച്ച് നിങ്ങൾ മീൻ പിടിക്കാനുള്ള ഇഫ് യു ടീച്ച് ദം ഹൗ ടു ഫിഷ് ദേ വിൽ ലിവ് ദെയർ ലൈഫ്. ഇതിനാണ് ശാക്തീകരണം എന്ന് പറയുന്നത്, ഇതിനാണ് എംപവർമെന്റ് എന്ന് പറയുന്നത്. അവർക്ക് K-12 എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്. ഈ സീമാന്തൽ മേഖലയിൽ പോലും ഒരു 100ഓളം സ്കൂളുകളുടെ അഭാവമുണ്ട്, 1000കണക്കിന് സ്കൂളുകളുടെ അഭാവമുണ്ട് പലയിടങ്ങളിലായിട്ട്. നമ്മുടെ കേരളത്തിലെ ഒരു 70കളിൽ 80കളിലൊക്കെ ഉള്ള ഒരു ജീവിത സാഹചര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്, ചൈനയൊക്കെ മറികടക്കാവുന്ന വലിയൊരു പൊട്ടൻഷ്യലുള്ള നമ്മുടെ രാജ്യം, ഏറ്റവും കൂടുതൽ സാധ്യതകൾ നൽകുന്ന, ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ്. As I stand here in front of you, representing not only North India, representing the heart soul of India, but I take pride and I take lot of honor to speak to in front of the Malayali community out here,
your journey of resilience and excellence. You not only built a model of success in Gulf, you built bridges of trust, goodwill between India and the Arab world, and for which many, many congratulations to all of you. Indo and Arab relations predate modern borders and governments. This relationship is just not all about commerce. It is respect, knowledge, humility that is being exchanged across seas. There's been strategic economic partnership. Today, the Arab world is one of India's strongest allies, and the credit should go to you strong people. Hats off to you. Many, many thank you. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് ഷാർജ KMCC പ്രഖ്യാപിച്ച രണ്ടാമത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവാർഡ് ഡോക്ടർ സുബൈർ ഹുദവിക്ക് വേദിയിൽ വെച്ചു ഫലകം കൈമാറി. ഷാർജ KMCCയുടെ സോഷ്യൽ വെൽഫെയർ സ്കീം ഫാമിലി കെയറിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത വ്യക്തിക്കുള്ള KTK മൂസ അവാർഡ് സുബൈർ പള്ളിക്കൽ ഏറ്റുവാങ്ങി. ഫാമിലി കെയർ മൊബൈൽ ആപ്പ് പരിപാടിയിൽ വെച്ച് പാണക്കാട് സെയ്ദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ ലോഞ്ച് ചെയ്തു. ഷാർജ KMCCയുടെ ഈദ് അൽ ഇത്തിഹാദ് പരിപാടികളുടെ ഭാഗമായി കഴിഞ്ഞ 2 ആഴ്ചകളായി നടത്തിവന്ന ചെസ് ഫുട്ബോൾ ടൂർണമെന്റുകളുടെയും ആവേശഭരിതമായ മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമാപന സമ്മേളനങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഷാർജ KMCCയിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരുന്ന മാപ്പിളപ്പാട്ട്, ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. വ്യവസായ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനത്തിന് NTV ചെയർമാൻ മാത്തുക്കുട്ടി കടൗൺ പ്രത്യേക ആദരവ് ഏറ്റുവാങ്ങി. സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ പ്രത്യേക അവാർഡിന് അർഹയായ ഷാർജ KMCC വനിതാ പ്രസിഡന്റ് ഷെബീന റഷീദിനെയും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഷാർജ KMCCയുടെ അൽ അത്തഫ് കമ്മിറ്റിയുടെ കൺവീനർ ഹക്കിം കരുവാടിയെയും മരുഭൂമിയിലെ കൃഷിക്ക് സഹായിക്കുന്ന മൊബൈൽ ആപ്പ് തയ്യാറാക്കി മന്ത്രാലയത്തിന്റെ അവാർഡ് ലഭിച്ച അഷറഫ് ഷക്കീർ മൻസൂർ, ഹിബ അഫ്രിൻ, നൂർ, അൽഹയ, ആമിന ഫാത്തിമ എന്നീ കുട്ടികളെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. സംസ്ഥാന ഭാരവാഹികളായ കബീർ ചാനങ്കര, നസീർ കുനിയിൽ, KS ഷാനവാസ്, തയ്യബ് ചേറ്റുവ, അബ്ദുള്ള ചേലേരി, ജമാൽ ബൈത്താൻ, സെയ്ദ് മുഹമ്മദ്, ഫസൽ തലശ്ശേരി, പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ അർഷാദ് അബ്ദുൾ റഷീദ്, റിയാസ് നടക്കൽ, ഗഫൂർ ബേക്കൽ, ഹാരിസ് കയ്യാല, ഫർഷാദ് ഒതുക്കങ്ങൽ, നുഫയിൽ പുത്തഞ്ചിറ, റിയാസ് കാന്തപുരം, CK കുഞ്ഞബ്ദുള്ള, ഹക്കീം കരുവാടി, അഷറഫ് വട്ടം, റിയാസ് കാട്ടിൽ പീടിക, ഷമീൽ, റിസ ബഷീർ, റഫീഖ് നാദാപുരം, കബീർ ആയങ്കലം, റഷീദ് അഴീക്കോട്, റസാഖ് മാണിക്കോത്ത്, ഷക്കീർ കുപ്പം, അനീസ് കോഴിക്കോട്, ഖാദർ പാലോത്ത്, ഷെരീഫ് പൈക്ക, നസറുദ്ദീൻ ചാവക്കാട്, ഇസ്മായിൽ വള്ളിക്കാട്, ഫവാസ് ചാമക്കര, റംഷി മഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. MA ഗഫൂർ, ആസിഫ് കാപ്പാട്, ഷഹജ തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാർ പങ്കെടുത്ത ഈശ്വർ സന്ധിയോടുകൂടി പരിപാടികൾക്ക് സമാപനം കുറിച്ചു.